തമിഴ്നാട്ടിൽ സീറ്റിലിരുന്ന സ്ത്രീ ബസ്സിന്റെ സീറ്റിലിരുന്ന സ്ത്രീ എഴുന്നേൽക്കാൻ തുടങ്ങിയായിരുന്നു. ദേ തറഭാഗം പൊട്ടിപ്പൊളിഞ്ഞ് താഴേക്ക് പോകുന്നു. കഷ്ടിച്ചാണ് അവർ സത്യത്തിൽ രക്ഷപ്പെട്ടത്. യാത്രക്കാരുടെ ഒരു ഇടപെടൽ പെട്ടെന്ന് ശബ്ദമൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് വണ്ടി നിർത്തി. അങ്ങനെ വലിയ അപകടമൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു. நீங்க பாக்கும்போது செக் பண்ண முடியும் வண்டி எந்த கண்டிஷன்ல இருக்குன்னு. எப்படி செக் பண்ண முடியும்? மூலையில சொல்லுங்க. மூலையில நீங்க வண்டி அடிக்கிறதுக்கு முன்னாடி செக் பண்ணீங்களா இல்லையா சொல்லுங்க. വിനയ് ഉണ്ണി ചെന്നൈയിൽ നിന്നുണ്ട്. വിനയ്, ഇപ്പോൾ തിരുവനന്തപുരത്തേക്കൊക്കെ ഒരുപാട് ബസ്സുകൾ നാഗർകോവിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം കൊള്ളാവുന്ന ബസ്സുകളൊക്കെയാണ് ഇപ്പോൾ ഓടുന്നത്. പണ്ട് വലിയ പഴയ ബസ്സുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് ആ ബസ് പെയിന്റ് അടിച്ച് കൊണ്ടു നടക്കാണെന്ന് തോന്നുന്നു. ഇത് ഒട്ടും ശ്രദ്ധയില്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ അതിന്റെ പ്ലാറ്റ്ഫോമൊക്കെ ഇത്ര ദുർബലമായിട്ട്? എന്തോ ഭാഗ്യമല്ലേ അവർ രക്ഷപ്പെട്ടത്. ദിവീഷ്, കഴിഞ്ഞ ദിവസം ഈ ചെന്നൈ നഗരത്തിൽ വള്ളൂർ നഗറിനും തിരുവർക്കാടിനും ഇടയിൽ സർവീസ് നടത്തുന്ന ബസ്സാണ്, ഓർഡിനറി ബസ്സാണ്. ഇതിലെടുത്ത് പറയേണ്ടത് ഈ ബസ് എന്ന് പറയുന്നത് ഒരു പിങ്ക് ബസ്സാണ്. പിങ്ക് ബസ് എന്ന് ഉദ്ദേശിക്കുന്നത് തമിഴ്നാട്ടിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന ബസ്സുകളാണ് പിങ്ക് ബസ്സുകൾ. അത്തരത്തിലൊരു ബസ്സിലാണ് ഈ അപകടം നടക്കുന്നത്. പ്രത്യേകിച്ച് ഈ പിങ്ക് ബസ്സുകളിലാണ് സ്ത്രീ യാത്രക്കാർ കൂടുതലായും യാത്ര ചെയ്യുന്നത്, സൗജന്യ ടിക്കറ്റ് ആയതുകൊണ്ട്. ഈ യുവതി തൻ്റെ സ്റ്റോപ്പ് എത്താറായപ്പോഴാണ് സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാൻ നോക്കുന്നത്. എഴുന്നേറ്റ വശം തന്നെ ആ നിൽക്കുന്ന പ്ലേസിൽ നിന്ന് അവർ താഴേക്ക് വീഴുകയാണ്. വലിയൊരു ഒരു കട്ട് ചെയ്ത ഭാഗം, എങ്ങനെ ഒരു വെൽഡ് ചെയ്ത് കട്ട് ചെയ്ത പോലെ ആ ഭാഗം തന്നെ കാണാണ്ടായി യുവതി താഴേക്ക് പോകുന്നു. പക്ഷേ സഹയാത്രികരുടെ ഒരു സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് ആ യുവതി രക്ഷപ്പെട്ടത്. പ്രത്യേകിച്ച് ഈ പിൻചക്രത്തിന് തൊട്ട് മുമ്പിലായിട്ടായിരുന്നു ഈ യുവതിയുടെ സ്ഥാനം. അതുകൊണ്ട് തന്നെ വീണ് കഴിഞ്ഞാൽ പിൻചക്രം വന്ന് കയറുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ സഹയാത്രികർ കൃത്യമായി യുവതിയെ പിടിച്ചു. അപ്പോൾ തന്നെ ഡ്രൈവർക്ക് വിളിച്ചു പറഞ്ഞു. ഡ്രൈവർ വണ്ടി നിർത്തിയത് കൊണ്ട് മാത്രം യുവതി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് ഇറങ്ങിയ ശേഷം കണ്ടക്ടറോട് യാത്രക്കാർ തർക്കിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഒന്ന് പരിശോധിച്ചാൽ എന്താ? പക്ഷേ കണ്ടക്ടർ പറയുന്നുണ്ട്, സാധാരണ അവർ പരിശോധിക്കുന്നത് ടയറും അല്ലെങ്കിൽ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ശബ്ദമെല്ലാമായിരിക്കും, അല്ലെങ്കിൽ അടിയിൽ ചെന്നുകൊണ്ട് എല്ലാ ഭാഗവും ഇത്തരത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായതൊന്നും അവർ പരിശോധിക്കില്ല. പക്ഷേ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഭാവിയിൽ സംഭവിക്കും. കാരണം പഴക്കം ചെന്ന ബസ്സുകൾ പലതും ഇതിൽ ഓടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഓർഡിനറി ബസ്സുകൾ, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പിങ്ക് ബസ്സുകൾ പലതും പഴയ ബസ്സുകളാണ്. പെയിന്റ് അടിച്ചു എന്നല്ലാതെ, അത് പിങ്ക് കളറിൽ പെയിന്റ് അടിച്ചു എന്നല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. ദിവീഷ് സൂചിപ്പിച്ച പോലെ തന്നെ പഴയ ബസ്സുകൾ തന്നെ ഒന്ന് പെയിന്റ് അടിച്ച് ഇറക്കിയതാണ്. അതുകൊണ്ട് കൃത്യമായി ഒരു പരിശോധന, സുരക്ഷാ പരിശോധന, ഫിറ്റ്നസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, എല്ലാ വർഷവും ഫിറ്റ്നസ് എടുക്കണമെന്നാണ്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ ഇത്തരം ബസ്സുകൾ പൊതുനിരത്തിൽ ഇറക്കാൻ പാടുകയുള്ളൂ. പ്രത്യേകിച്ച് സ്ത്രീകൾ സഞ്ചരിക്കുന്ന ഒരു ബസ് കൂടെ ആയതുകൊണ്ട് ആ ഒരു സുരക്ഷാ കരുതൽ അവിടെ വേണ്ടതായിരുന്നു. ദിവീഷ്, എന്തായാലും ഈ കണ്ടൈൻ ചെയ്യാറായ ബസ്സുകളൊക്കെ സൗജന്യ യാത്രയൊക്കെ ചെയ്യേണ്ടവർക്ക് അങ്ങനെയൊക്കെ കൊടുക്കുന്ന രീതിയായിരിക്കും. എന്തായാലും സർക്കാരൊക്കെ പരിശോധിക്കട്ടെ, ഇനി ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. ശരി വിനയ്.